അധ്യാപകർക്ക് വെക്കേഷൻ സമയത്ത് പരിശീലനം നൽകിയിരുന്നു BRC-കൾ കേന്ദ്രീകരിച്ചിട്ട്. ഈ പരിശീലനത്തിന് ഉപയോഗിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെബ്സൈറ്റിൽ നിന്നും പ്രിന്റ് ചെയ്ത കോപ്പി ഉപയോഗിച്ചിട്ടാണ് അധ്യാപകർ പരിശീലനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ അധ്യാപകരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് പ്രിന്റ് ചെയ്ത് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കണം. എത്ര അധ്യാപകർ അതിന് മുതിരും? എന്ത് സംവിധാനമാണ് നമ്മുടെ സ്കൂളുകളിൽ അതിനുള്ളത്? അത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാത്ത രീതിയിൽ വളരെ നിരുത്തരവാദപരമായ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രതിഷേധാർഹമാണ്. ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ പുസ്തകമില്ലാത്ത സ്കൂളുകളിൽ കുട്ടികൾ എന്താണ് പഠിക്കുന്നത് നിശ്ചയിച്ചു തരാൻ സർക്കാരിന് ബാധ്യത, പ്രത്യേകിച്ചും സിലബസ് മാറിയ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ക്യാമ്പസ് ഫ്രണ്ട് ഒരു പുതിയ സമരരീതി കേരളത്തിൽ പരിചയപ്പെടുത്തുകയാണ്. ബാലപ്രസിദ്ധീകരണങ്ങൾ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിക്കും. പുസ്തകങ്ങൾ കുട്ടികളിൽ നിന്നും കൂട്ടമായി ശേഖരിച്ചിട്ട് അത് 8-ാം തീയതി കണ്ണൂർ ജില്ലയിലെ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് പുസ്തക വണ്ടി ആരംഭിക്കുന്നത്. കണ്ണൂരിലെ ചൊവ്വയിൽ നിന്ന് കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയിട്ടുള്ള ജില്ലകളിലൂടെ പര്യടനം നടത്തിയിട്ട് 11-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പുസ്തക മാർച്ച്, ബാലപ്രസിദ്ധീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുസ്തക മാർച്ച് ക്യാമ്പസ് ഫ്രണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാർച്ചോടുകൂടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ശേഖരിക്കുന്ന ബാലപ്രസിദ്ധീകരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കുകയാണ്. കാരണം ഇനി കുട്ടികൾ അതെങ്കിലും പഠിച്ച് അക്ഷരം അതിനോടുള്ള പരിചയം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു കണ്ണു തുറപ്പിക്കണം എന്നുള്ളൊരു താല്പര്യവുമായിട്ടാണ് ക്യാമ്പസ് ഫ്രണ്ട് ഈ തരത്തിലുള്ള ഒരു സമരം ആവിഷ്കരിച്ചിട്ടുള്ളത്. കേരളത്തിലെ നമുക്കറിയാം, കഴിഞ്ഞ 10-ാം ക്ലാസ് പരീക്ഷയുടേത് ഉൾപ്പെടെ വിദ്യാഭ്യാസ നിലവാരത്തെ സംബന്ധിച്ച് ധാരാളം സംശയങ്ങൾ ഉയർന്ന, ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്ന ഒരു സാഹചര്യത്തിൽ വളരെ ജാഗ്രത നമ്മുടെ പൊതുസമൂഹം പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളോടും കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിന് സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി ക്യാമ്പസ് ഫ്രണ്ട് നടത്തുന്ന ഈ പ്രതീകാത്മകമായ സമര വണ്ടിയോട്, പുസ്തക വണ്ടിയോട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, സഹകരണം ഉണ്ടാവണമെന്ന് ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഉദ്ഘാടനം കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ദേശീയ പ്രസിഡന്റാണ്. സമാപനത്തിന് അവിടെ തിരുവനന്തപുരത്തുള്ള ആക്ടിവിസ്റ്റുകളൊക്കെ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്.